കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ടേരോ എന്റെ ഫിയാൻസിക്ക് ഒരു സുഹൃത്തെ, നിങ്ങളിപ്പോ ഈ കുണ്ടി വർത്താനം കേട്ടില്ലേ? ഇത് പറയുന്ന ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ഒരു ആളാണ്. ആണ്. അവരിങ്ങനെ പ്രാങ്ക് വീഡിയോസ് എന്ന രീതിയിൽ പ്രാങ്ക് വീഡിയോ തരും. ആദ്യം എനിക്ക് പ്രാങ്ക് വീഡിയോ എന്ന് പറയുന്ന ഈ അപരാധ പരിപാടി എനിക്ക് ഇഷ്ടമല്ല. ആരെങ്കിലും വിളിക്കുക, ഇവർ ചെയ്യുന്ന ഇവരുടെ ആർ ജെ അഞ്ജലി എന്നൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിപ്പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് മുഴുവൻ നാറിത്തരങ്ങളാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. ചറ്റത്തരം. അതിന്റെ അപ്പുറം എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഇതിൽ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും എന്തും വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് ഇത് മാറുമെന്ന് എനിക്കറിയാം, മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഇവര് പറഞ്ഞ ആ ഒരു കുണ്ടി എന്ന പ്രയോഗം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പ്രയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഇവിടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം കൂടിയിട്ട് ആരെങ്കിലൊക്കെ വിളിക്കുക, ഏതെങ്കിലും ആളുകളൊക്കെ വിളിക്കുക. അവരെ വിളിച്ചിട്ട് അവർ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് അവരെ കളിപ്പിക്കുക, അവരെ ആക്ഷേപിക്കുക, എന്നിട്ട് അവസാനം ഇത് പ്രാങ്കാണെന്ന് പറയുക. ഇവിടെ നടക്കുന്നത് നമ്മുടെ വിവാഹത്തിന് ഈ മൈലാഞ്ചി ഇടാനൊക്കെ ആളുകൾ പോവില്ലേ? സുഹൃത്തുക്കളെ പോവും. മൈലാഞ്ചി ഏറ്റവും ഭംഗിയായിട്ട് ഇടുന്ന ആൾക്കാരൊക്കെ നമ്മൾ അവർ വിളിക്കും. അവർ വിളിച്ച് മൈലാഞ്ചി ഇടാൻ ഒരു കൈക്ക് എത്ര, രണ്ട് കൈക്ക് എത്ര, കാലുമൊക്കെ ഇടും. അവസാനം ഇവർ ചോദിക്കുന്നത് ചന്തിയില് കുണ്ടിയില് മൈലാഞ്ചി ഇട്ട് തരുമെന്നാണ് ഈ ആർജെ ഇവർ ചോദിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളൊക്കെ ഇപ്പൊ വന്നു കഴിഞ്ഞു കേട്ടോ. എന്തായാലും ഇവരെന്താ ചോദിച്ചെന്നൊന്ന് കൃത്യമായിട്ട് കേൾക്കൂ. അല്ലേ 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാം? ഫ്രണ്ട് പേരെന്താ? നിഷാന. സ്ഥലം എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. ഇത് ഫ്രണ്ട്ഷിപ്പിന് പറ്റുന്നതാണോ? ഓ ഓക്കെ. എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? എന്നിട്ട് ഇതിപ്പോ ബ്രൈഡൽ ആയിട്ട് ചെയ്യാനില്ലേ? കൈക്ക് എത്ര? മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മൾ ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ, ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ടേരോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ടേരോ മെഹന്തി? അവരെ കട്ട് ചെയ്ത് പോയി. അവര് ഫോൺ എടുത്ത് എറിഞ്ഞെത്തോ? നോക്കൂ, ഇവർക്ക് ഈ ഒരു തെണ്ടിത്തരം ചെയ്തിട്ട് ഇവർക്കത് തമാശയാണെന്നാ തോന്നി. ഇവർക്കത് തോന്നി തമാശയാണെന്ന്. അവർ ചെയ്യുന്നൊരു ജോലിയാണ് സുഹൃത്തുക്കളെ. ഈ ആർജെ എന്ന് പറയുന്ന ഇവര് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സ്ത്രീ ചെയ്യുന്നത് അവരെ തൊഴിലാണ്. വിവാഹത്തിനെല്ലാം പോയിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുത്ത് ആ ഒരു തുക കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളായിരിക്കാം, നമുക്കറിയില്ല. പല മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. ഒരുപക്ഷെ ആ കോള് വന്നപ്പോൾ അവരുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടായിരിക്കും ഒരുപാട് ചെലവുകളായിരിക്കാം. വീട്ടിലേക്കുള്ള പല ആവശ്യങ്ങളെ കുറിച്ചിട്ട്, തനിക്കുണ്ടാകുന്ന പേഴ്സണൽ ആവശ്യങ്ങളെ കുറിച്ചിട്ട്, തൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആ പാവം സ്ത്രീ ആലോചിച്ചിരിക്കാം. അവരോട് ചോദിച്ചപ്പോൾ ഞാൻ വാട്സപ്പിൽ അയക്കാമേ എന്നൊക്കെ എത്ര നീറ്റായിട്ട് അവർ പറഞ്ഞത്, എത്ര മാന്യമായിട്ടാണ് അവർ നിങ്ങളോട് പറഞ്ഞത്, ആർജെ അഞ്ജലിയോട് പറഞ്ഞത്. നിങ്ങളപ്പോൾ ഇതിനെടുത്തത് കളിപ്പിക്കാൻ, ഒരാളുടെ തൊഴിലിനെ, ആ തൊഴിലിന്റെ മഹത്വത്തെ പോലും മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങൾ അവരെ അവഹേളിക്കരുത്, അപമാനിക്കരുത്. സത്യം പറഞ്ഞ ഈ ആർജെ അഞ്ജലിക്ക് ഇത്തരം ഈ അവഹേളന പരിപാടിക്ക് ഇതൊക്കെ കേസ് കൊടുക്കണം. എനിക്ക് തോന്നുന്നു മൈലാഞ്ചി ഇട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരാണ് ഇറങ്ങിത്തിരിക്കേണ്ടത് ഇത്തരം അവഹേളനങ്ങളെ. അവരിപ്പോ അവരെ ഇതിൽ നിന്ന് ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കിത് കിട്ടുമല്ലോ. അവരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഈ സാധനമൊക്കെ ഡിലീറ്റ് ചെയ്തെന്ന് ഞാൻ തപ്പി നോക്കുമ്പോൾ കാണാനില്ല. ഇപ്പൊ കാണുന്നത് അവരൊരു മാപ്പപേക്ഷ പോലെ കുറെ ന്യായീകരണ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ന്യായീകരണ സാധനങ്ങൾ എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. ഒന്ന് ഇങ്ങനെയാണ്: പ്രാങ്ക് കോൾ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷൻസ് ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ്. ഷോക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു. അതിൽ നിർവ്യാജം ഖേദിക്കുകയാണ്. റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമന്റുകൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല. നിങ്ങൾ എങ്ങനെ സെക്ഷൽ കമന്റ് എന്തായാലും ഞാനും പറയുന്നില്ല. പക്ഷെ ആ ഒരു ഉത്തരവാദികൾ നിങ്ങൾ എങ്ങനെ അതിനെ ന്യായീകരിക്കുന്നത്? ഒരു തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ചിട്ട്
ആ തൊഴിലെടുക്കുന്ന ഒരാളെ അപമാനിക്കെതിരെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ ചിരി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തിയാൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരു വർത്താനം ഉണ്ട്. നല്ല കാശ് കയ്യിലുള്ളതുണ്ട്. ഇത്തരം ജോലിയൊക്കെ ചെയ്ത് അതിൽ നിന്ന് 2000 3000 ഒക്കെ വല്ലപ്പോഴും കിട്ടുന്ന ആ തുക കൊണ്ടൊക്കെ പല കാര്യങ്ങളും നിവർത്തിക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന അത്തരം ജോലിയിൽ നിന്ന് ആളുകളെ അപമാനിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ലൈക്കാണോ? 3-4 ലൈക്കിന് വേണ്ടിയിട്ടാണോ? അതുകൊണ്ട് നിങ്ങൾ വൈറലാകുമെന്ന് വിചാരിച്ചിട്ടാണോ ഒരാൾ അപമാനിക്കുന്നത്? ഇവരെ മാത്രമല്ല, കേക്ക് ഉണ്ടാക്കുന്നവരെ, ഇങ്ങനെ ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വിളിച്ചിട്ട് ഇവരെ അപമാനിക്കുകയാണ്, ഇരുന്ന് അപമാനിക്കുകയാണ്. എന്നിട്ട് പ്രാങ്ക് കോൾ എന്ന രീതിയിൽ അത് അങ്ങോട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ആളുകൾ അതിന്റെ അടിയിൽ വന്നിട്ട് ചിരിക്കുന്നു. കഴിഞ്ഞില്ല കേട്ടോ. നോക്കൂ, ഇവരിപ്പോ അവസാനം ചോദിച്ചു കുണ്ടിക്ക്, അതായത് ഇവരൊക്കെ ചന്തയ്ക്ക് ഫിയാൻസിക്ക് കാണിച്ചു കൊടുക്കാൻ ആദ്യരാത്രിക്ക്. അപ്പൊ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്തയിൽ ഇട്ട് തരുമെന്ന് ചോദിച്ചേ മൈലാഞ്ചി. ആ പാവം സ്ത്രീ അപ്പ കട്ട് ചെയ്തു. മനസ്സിലാക്കണം, നിങ്ങൾ എന്താ വിളിക്കുന്നത്, എന്താ പറഞ്ഞേ എന്ന് വെച്ചാൽ ആ പാവം സ്ത്രീ അത് അപ്പ കട്ട് ചെയ്തു. എന്നിട്ട് വീണ്ടും ഇവർ വിളിക്കുക. അവർ ഫോൺ എടുക്കുമോ? ഫോൺ വലിച്ചെറിഞ്ഞ് ഓടി എന്നാ തോന്നണം. എന്നിട്ട് ഭയങ്കര ചിരി രണ്ടും കിടന്നിട്ട്. എന്തൊരു വൃത്തികെട്ട പരിപാടി. നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ? നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിച്ചിരിക്കുന്നത്? നിങ്ങളൊരു RJ അല്ലേ, റേഡിയോ ജോക്കി അല്ലേ? നിങ്ങൾക്ക് ഏത് കാലത്താണ് ജീവിച്ചിരിക്കുന്നത്? ഈ പ്രാങ്ക് എന്ന് പറയുന്നതിന് അപ്പുറത്തുള്ള ഒരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ വിളിക്കുന്ന കോളുകളല്ലേ? തൊട്ടപ്പുറത്ത് ഏത് തരത്തിലുള്ള ആളുകളാണ്, അവർ ഏത് മാനസികാവസ്ഥയിലാണ്, അവരാരെങ്കിലൊക്കെ അപകടത്തിൽ വെച്ച് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കുടുംബക്കാരെ അപ്പോഴും ജീവനോടുള്ള സമയത്ത് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അവരേത് തരത്തിലാണെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ എന്നെ അല്ലെങ്കിൽ എൻ്റെ അറിയുന്ന ആൾക്കാരുടെയൊക്കെ വേറെ വല്ല ആൾക്കാർ അവിടെ ഞങ്ങൾ മലപ്പുറംകാരൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുതരാം. നമ്മളൊക്കെ ആണെങ്കിൽ കുടുംബത്തിൽ കയറിപ്പടക്കി ഇമ്മാര് തെണ്ടിത്തരം ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാപ്പ് പറയിപ്പിക്കും. ഓൺലൈനായിട്ട് ഇങ്ങനെ ആക്ഷേപിച്ചെങ്കിൽ ഓൺലൈനായിട്ടെങ്കിലും മാപ്പ് പറയിപ്പിക്കും. അമ്മാതിരി. നോക്കൂ, ഇവരെ ഇനി കമന്റ് നോക്കണേ. ഇവര് ചന്തയിൽ ഇട്ടുതരുന്നു ചോദിച്ചേ. ഇനിയിപ്പോ ചന്തയിൽ ഇങ്ങനെ ഇത് വരയ്ക്കുന്ന പരിപാടി ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: ബൂട്ടി ഹെന്ന, ബൂട്ടി ചന്തി is a term used to describe the application of henna design specifically on the buttocks or booty area. This can be a form of body art or more recent trend in henna application. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവരെ അത് കേട്ട് ചിരിച്ചേ? ഇതൊരു ആർട്ടാണെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ എന്തിനാണ് ഇതിന്റെ ഭാഗമായിട്ട് ഒരാളെ വിളിച്ചിട്ട് അവരെ ആക്ഷേപിച്ചതിന് ശേഷം നിങ്ങൾ എന്തിനാ ചിരിച്ചേ? നിങ്ങൾക്കത് ഫണ്ണി ആയി തോന്നുന്നത് എങ്ങനെയാ? ഇതൊരു ആർട്ടാണെങ്കിൽ ആർട്ട് എങ്ങനെയാ ഫണ്ണി ആവുന്നേ? ശരിയാ, നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പൊ എന്നിട്ട് ഒരു ഫോട്ടോയുണ്ട്. ഒരു സ്ത്രീ ഇങ്ങനെ ഈ ഭാഗത്ത് ചന്തയുടെ ഈ ഭാഗത്ത് എന്താണ് ഇത് വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയുണ്ട്. ഇവര് അതായത് ഇതൊക്കെ ലോകത്തുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ അത് ചോദിച്ചതേ ഉള്ളൂ എന്നാ പറയുന്നത്. എങ്ങനെയാ ചോദിച്ചതാവുന്നത്? അങ്ങനെ നിങ്ങൾ ചിരിക്കും, സീരിയസ് ആയി ചോദിക്കണം. എനിക്ക് ബൂട്ടി ആർട്ട് വേണം, അങ്ങനത്തെ സംഭവം ഉണ്ടോ, എനിക്ക് എന്നെ ചന്തയുടെ സൈഡിൽ നിങ്ങൾക്കിത് വരച്ചു തരാൻ കഴിയുമോ എന്ന് മാന്യം മര്യാദയ്ക്ക് ചോദിക്കണം. നിങ്ങൾ ചോദിച്ചത് മാന്യം മര്യാദയ്ക്കല്ല, അത് അവരെ അവഹേളിക്കാനായിരുന്നു 100%. അതുകൊണ്ടാണ് നിങ്ങൾ അവർ ഫോൺ കട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നേ. ആ ഫോൺ വലിച്ചെറിഞ്ഞുണ്ടായിരിക്കുമെന്ന്. നിങ്ങൾ എന്തായാലും വിവാഹമല്ലല്ലോ, നിങ്ങൾ ആരും വിവാഹം ഇപ്പം നടക്കാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ ഇത് അവഹേളിച്ചതല്ലേ സുഹൃത്തുക്കളെ? ഇതാണ് ജനാധിപത്യപരമായിട്ട് നിങ്ങൾ ഈ ചെയ്തത്. ഈ സാമൂഹ്യപരമായിട്ടൊക്കെ നോക്കുമ്പോൾ നിരക്കാത്ത കാര്യമാണ്. ഒരു മനുഷ്യൻ നിലയ്ക്ക് മനുഷ്യത്വപരമായിട്ടെങ്കിലും ഇടപെടാൻ ശ്രമിക്കണം. ഒരാളുടെ ജോലി ആക്ഷേപിക്കുന്നൊക്കെ നിർത്തണം. നമ്മൾ ബോഡി ഷെയിമുകളൊക്കെ നമ്മളേറെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബോഡി ഷെയിമുകളെ കുറിച്ച് നമ്മളേറെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് വൃത്തികേടുകളാണ്, ഇത് അസല് വൃത്തികേടാണ്. മാപ്പ് പറയാനെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാണെന്നുള്ള. അതിനു പകരം ഇത്തരം ന്യായീകരണ പോസ്റ്റുകൾ നിർത്തണം എന്നുള്ളതാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ബബായ്. ലജ്ജ തോന്നുന്നു നിങ്ങളെ. ബബായ്. സുഹൃത്തുക്കളെ, ഒന്ന് സബ് ചെയ്യണേ.